കൊടുക്കാൻ തീരുമാനിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്കല്ല, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ അലവൻസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. 18നും 35നും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കൾക്ക്, വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഗവൺമെന്റിനാണോ ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയാത്തത്? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ എളിയ വർത്തമാനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീമാൻ KB ഗണേഷ് കുമാറിന് ടെലിവിഷൻ അടയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ മായാത്താംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ വിനയ പുരസ്കാരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വീകരണങ്ങളെ തന്നെ ഇടനേറ്റോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ടവരെ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയമുള്ളവരെ, ഇതാ 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 കടന്നു വരുന്നു. പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ട ജനനായകനെ വഴിത്താരയിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാണുവാൻ നിങ്ങളെ നേരിൽ കാണുവാൻ, നിങ്ങളോടൊപ്പം എത്തിക്കുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ, നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങുവാൻ പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ടവൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ഓരോരുത്തരായി കടന്നു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ നരിക്കുഴി നിവാസികൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ടവൻ, ഈ നാടിന്റെ സഹോദരൻ, നമ്മുടെ കൂടപ്പിറപ്പ് പ്രിയപ്പെട്ട KB ഗണേഷ് കുമാർ അവർ സംസാരിക്കുന്നു. ബഹുമാന്യരും സ്നേഹമുള്ളവരുമായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ള അമ്മമാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളിവിടെ നൽകിയ സ്നേഹോഷ്മളമായ വരവേൽപ്പിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ നട്ടുച്ച വെയിലത്തും എന്നോട് സ്നേഹം പങ്കുവയ്ക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം നിങ്ങളോടൊപ്പം ജീവിച്ച്, നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായി, നിങ്ങളുടെ സുഹൃത്തായി, സഹോദരനായി പ്രവർത്തിച്ച്, നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി, ഈ നാടിൻ്റെയും ഈ നാട്ടുകാരുടെയും നന്മയ്ക്കായി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുന്ന എന്നെ ടെലിവിഷൻ അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ, TV അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും വിജയങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇവിടെ നൽകിയ സ്നേഹത്തിന്, സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്വീകരണ കേന്ദ്രമായ ഇല്ലൂർ ജംഗ്ഷനിലേക്ക് ഈ സ്വീകരണ പര്യടനം കടന്നുപോകും. ഇവിടെ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണങ്ങൾക്ക് തന്റെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതാ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. പത്തനാപുരത്തിന്റെ പ്രിയപുത്രൻ കടന്നു വരികയാണ്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും പ്രിയമുള്ളവരെ, ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു പത്തനാപുരത്തിന്റെ ജനനായകൻ, പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ടവൻ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഉന്നിട്ട പാതയോരങ്ങളിൽ വഴിയരികിൽ സഹോദരി സഹോദരന്മാർ